ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് മുതൽ ഡ്രൈവിങ്ങിന് പഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ മാർച്ച് 17 തിങ്കളാഴ്ച തൃശ്ശൂർ അത്താണിയിലുള്ള ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു എനിക്ക് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഭാഗ്യവശാല് എച്ചും റോഡൊക്കെ പാസ്സായി. പിന്നെ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് അന്ന് തന്നെ പരിവാഹൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് RTO ഓഫീസിൽ നിന്ന് അയച്ചു തരും. ആ ലിങ്ക് വഴി നമുക്ക് നമ്മളുടെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ലൈസൻസ് ഒക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു. അത് വിചാരിച്ച് ഞാൻ വണ്ടി ഓടിക്കാൻ അത്ര എക്സ്പേർട്ട് ആയെന്നൊന്നും അല്ല കേട്ടോ. ഇനി വണ്ടി ഓടിക്കാൻ റോട്ടിലൂടെ ഓടിച്ച് പഠിക്കണം. അത് അടുത്ത സ്റ്റേജ്. എന്തായാലും ഈ ഒരു കടമ്പ് കഴിഞ്ഞാലല്ലേ അതിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു ഗ്രൗണ്ടിൽ ഞാൻ ആ നേരത്ത് തലകറങ്ങി വീഴാവോ എന്ന് വിചാരിച്ചു. അത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ അത് പാസ്സായി. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സന്തോഷ വാർത്ത. പിന്നെ അടുത്തൊരു കാര്യം, ഇന്നിപ്പോൾ ബിജേട്ടൻ വരും. അവിടെ എയർപോർട്ടിൽ എത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഇനിയിപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറച്ചിയും ചിക്കനും ബീഫും ഒന്നും വേണ്ട, നാടൻ കറികൾ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു നോൺ വെജ് വറുത്തതെങ്കിലും ഉണ്ടായാലാണ് ആൾക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടോ. അപ്പം ഞാൻ പരിപ്പും മാങ്ങയും മുരിങ്ങക്കോലും നമ്മളുടെ നാളികേരൊക്കെ അരച്ച് കടുക് പൊട്ടിച്ച് വയ്ക്കുന്ന ആ കറി ഉണ്ടല്ലോ, അതും പിന്നെ വെണ്ടക്കായ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. പിന്നെ മീൻ അയിലയും കൊഴുവയും ഇന്നലെ തന്നെ മേടിച്ച് നന്നാക്കി ഉപ്പുമുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഊണ് കഴിക്കുന്ന നേരമാകുമ്പോൾ വറക്കുള്ളൂ. പിന്നെ മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചക്ക പകുതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ ചക്ക ചുളയൊക്കെ പറിച്ച് കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് അങ്ങനെ വൃത്തിയാക്കിയത് നമ്മൾ കുക്കറിൽ ഒരു 2-3 വിസിലടിച്ച് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചക്കട ഉണ്ടാക്കാം. ചക്കട ഉണ്ടാക്കണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് ചക്ക വരട്ടണം. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇലയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിജയേട്ടൻ എന്തായാലും വീട്ടിൽ കയറിയിട്ട്, നമ്മളുടെ വീട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് വിജയൻ്റെ വീട്. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണല്ലോ എങ്കിൽ പോരുള്ളൂ. അപ്പം ഞാൻ അമ്മച്ചീടെ അടുത്ത് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 2-3 വാഴല കൊടുത്തയച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ചക്കട ഉണ്ടാക്കുന്നത് സാധാരണ വേറൊരു ഇലയിലാണ് അല്ലേ, എന്താണ് അതിന് പറയാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എടനാലിയോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും അത് നമുക്ക് കിട്ടാൻ വഴിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും വാഴല കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഴല കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ചക്കട ഉണ്ടാക്കണം. അതാണ് എൻ്റെ മനസ്സിൽ ഇന്ന് ഉണ്ടാക്കുന്നതിൽ എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം. എന്തായാലും അതിന് മുന്നേ നമുക്ക് ചോറും കറികളൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടുള്ള വീഡിയോയിലിട്ട് പോവാം. അപ്പം നമ്മുടെ പണികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇതാണ് ചക്ക. ഇത് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. 2 വിസിലടിച്ച് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ നമുക്ക് വരട്ടാൻ ഇത്തിരിയും കൂടെ എളുപ്പമാണ്. പെട്ടെന്ന് അത് വഴണ്ടി കിട്ടും. അപ്പം ഇനി അതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതേ നമ്മൾ ചക്ക നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഇല്ലെങ്കിലും നന്നായി വെന്ത ചക്കയല്ലേ, അപ്പോൾ അത് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളിത് വരട്ടാൻ നേരത്ത് അത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനി ചോറും കറികളൊക്കെ പണി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇനി ഇത് വരട്ടുന്ന കാര്യം ചെയ്യുള്ളൂ. മധുരത്തിന് കുറവാണ്, അപ്പോൾ ശർക്കര ചേർക്കണം. കാരണം ഇതിനി 4 മണിക്ക് ചായ കുടിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത കാര്യങ്ങൾ നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ പരിപ്പും മുരിങ്ങാക്കോലും കറി വെക്കാനായിട്ട് ഞാൻ പരിപ്പ് മാത്രം ഇട്ടിട്ട്, വേറെ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല. പരിപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിൽ വന്നപ്പോൾ അത് ഓഫ് ചെയ്തു, തുറന്ന് നോക്കി. അപ്പോൾ അതിൽ പച്ചമുളകും മാങ്ങയും മുരിങ്ങാക്കോലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. പിന്നെ പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇതിൻ്റെ എരിവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പച്ചമുളകാണ്. എന്നാലും നമ്മുടെ ആ ഒരു കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ വീണ്ടും അടച്ച് ഇനി വേവിക്കാൻ വെക്കാം കേട്ടോ. ഒറ്റൊരു വിസിൽ വന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ ആകെ അങ്ങോട്ട് ഉടഞ്ഞ് ഇല്ലാതായി തീരും. നമ്മൾ കറി ഒഴിക്കുമ്പോൾ നമുക്ക് മുരിങ്ങാക്കോൽ അതുപോലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലതിനൊക്കെ നമുക്ക് കുക്കറിൽ പോലെ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒരു ആവി വരുമ്പോഴേക്കും വേവുന്ന തരത്തിലുള്ളതുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം.
അപ്പോൾ അടുത്ത് വെണ്ടക്കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെണ്ടക്കായ ഇങ്ങനെ നീളനെ നീളനെ ആട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് അരിയുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം നന്നായി കാണാൻ പറ്റും. അപ്പോൾ പുഴു അങ്ങനെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയാൻ പറ്റും. അതുപോലെ തന്നെ കുരുക്കൾ അതിൽ നിന്ന് അതിൻ്റെ വെണ്ടക്കായയുടെ കുരു മാക്സിമം അതിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളനെ അരിയുന്നത്. അപ്പോൾ അതിന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ സവാളയും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. നമ്മുടെ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എന്താ പറയാ, സവാള കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതില്. അതുകൊണ്ടാണ് സവാള 1, 2 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വെണ്ടക്കായ നീളനെ നീളനെയാണ് അരിയുന്നത്. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വഴണ്ടി വരാനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരേ സമയം നമ്മൾ വേഗം വേഗം കറികൾ ചെയ്യുമ്പോൾ നമ്മളുടെ അടുക്കളയിൽ ഒരുപാട് നേരം നിന്ന് നമ്മൾ മെനക്കെടേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതൊക്കെ ഒപ്പപ്പം ചെയ്തു പോകാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മുരിങ്ങാക്കോലൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ വെണ്ടക്കായ മെഴുക്ക് വരട്ടിക്ക് എന്തായി സവാള സോഫ്റ്റ് ആയോ നോക്കുന്നുണ്ട്. നമുക്ക് സവാള അതിങ്ങനെ ബ്രൗൺ കളറായി വരേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായി വരുന്ന രൂപത്തിലെത്തിയാൽ മതി. അപ്പം നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളിവിടെ തോരനോ ഉപ്പേരിയൊക്കെ വെക്കുമ്പം നമുക്കിവിടെ തൃശ്ശൂരെല്ലാം ഉപ്പേരിന്നാണ് ട്ടോ പറയുന്നത്. ഞാനിങ്ങനെ 2 വർഷം സമയത്തോളം ഞാൻ മസ്കറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ കോട്ടയക്കാരായിരുന്നു. അപ്പൊ അവരിൽ നിന്നാണ് എനിക്ക് ഈ മെഴുക്ക് പുരട്ടിയും തോരനും അതിന്റെ വ്യത്യാസങ്ങളും അത് പറയാനായിട്ട് എനിക്ക് കിട്ടിയത് ട്ടോ. അപ്പൊ എനിക്കും തോന്നി അത് ശരിയാ. നമ്മൾ ഈ എല്ലാത്തിനും ഉപ്പേരി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ മെഴുക്ക് പുരട്ടീനെ മെഴുക്ക് പുരട്ടിന്ന് തന്നെ പറയണം. നാളികേരം ഇട്ട് വെക്കുന്നതിനെയാണ് അവര് തോരൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ കുത്തിപ്പൊടി മുളക് ഇട്ട് വെക്കുമ്പോൾ നമ്മളതിന് ഉപ്പേരിന്നും പറയും. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ പിന്നെ അതങ്ങനെ ശീലിച്ചു പോയിട്ടോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ദേ നമ്മുടെ ചോറൊക്കെ വെന്ത് ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ പാത്രം കണ്ടപ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് ഊറ്റണ പാത്രം വെറൈറ്റി ആണ്. അതിനൊരു വെറൈറ്റി ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന ഓട്ടോട്ട നിറച്ചുള്ള ഒരു പാത്രം അത്രേ ഉള്ളൂ. അത് ഞാനിവിടെ മേടിച്ചത് മണ്ണുത്തി ഹോം പ്ലസ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപ്പ് കറിയിലേക്ക് ചേർക്കാനായിട്ട് നാളികേരം അരയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ നാളികേരം അരയ്ക്കുമ്പോൾ ഞാനിവിടെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജീരകത്തിൻ്റെ ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് ഇടേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ നാളികേരം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞെടുക്കണമെന്ന് മാത്രം. നമ്മൾ നാളികേരം അരച്ച കറികൾക്കൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചാലാണ് നമ്മളത് കാണുമ്പോൾ വിചാരിക്കും നന്നായി അരഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അത് നന്നായി അരഞ്ഞില്ലെങ്കിൽ നമ്മുടെ കറി ചാറൊഴിക്കുന്ന സമയത്ത് ആ ഒരു നാളികേരത്തിൻ്റെ പീര പീര പോലെ കിടക്കുമെന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ നന്നായി അരഞ്ഞിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പം ഞങ്ങൾക്കിവിടെ ജീരകം ചേർക്കുമ്പോൾ ആ ഒരു സ്മെല്ല് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ജീരകം അരച്ച് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നാളികേരം അരച്ചെടുത്തതൊക്കെ കറിയിൽ ചേർത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നാമത് പരിപ്പാണ്. പിന്നെ നാളികേരം അരച്ച കറിയും കൂടി ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഇരിക്കും തോറും അതിന് കട്ടി കൂടും. അത് കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതുമ്മെ പണിപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ വെണ്ടക്കായ ഞാൻ ഇട്ടപ്പോൾ തന്നെ അതിൽ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെണ്ടക്കായ നമ്മളിങ്ങനെ പാത്രത്തിൽ നിറഞ്ഞ് കാണുമ്പോൾ ആ ഒരു രീതിക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചുങ്ങട്ടെ എന്നിട്ട് ഉപ്പിടാമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുങ്ങി വന്നപ്പോഴാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ദേ അതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടക്കായുടെ പണി കഴിഞ്ഞ് ഞാനതവിടെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പരിപ്പിൻ്റെ കറി കാച്ചാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വറ്റൽമുളകും കറി കടുക് ഇത്തിരി പൊട്ടിച്ചിട്ടുണ്ട് ട്ടോ. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കറി പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്നത്തെ ഊണിന് തയ്യാറാക്കിയ 2 കറികളാണ് ഈ പരിപ്പ് കറിയും വെണ്ടക്കായ മെഴുക്ക് വരട്ടിയും. ഇതൊക്കെ നേരത്തെ അരിഞ്ഞും സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമായി. നമ്മുടെ ചോറ് വേവുന്ന ആ ഒരു നേരം കൊണ്ട് നമുക്ക് ഈ 2 കറിയും വെച്ച് തീർക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്കൊരു ചക്ക പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലടിച്ച ചക്ക ഞാനിങ്ങനെ ഒരു വലിയ പാനിലിട്ടിട്ട് ഇനി അത് പതുക്കെ പതുക്കെ വഴറ്റി തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്നാലാണ് അത് ഇനി കറുത്ത കളറായി വരണമെങ്കിൽ സമയമെടുക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ അതിലത്തെ വെള്ളത്തിൻ്റെ അംശം ഇത്തിരി പോയിന്ന് കണ്ടപ്പോൾ ശർക്കര നീര് അരിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ശർക്കരയിലൊക്കെ ചിലപ്പോൾ ചെറിയ മണ്ണും തരികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അരിച്ചൊഴിച്ചിരിക്കുന്നത്. ഇനി ഈ ചക്കയും ശർക്കരയും ചേർന്ന് ഇപ്പം ദേ കണ്ടോ. ഇപ്പം ഞാനതൊരു 10, 15 മിനിറ്റിന് ശേഷമുള്ള ഭാഗമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോഴാണ് അത് ഈ ഒരു പരുവത്തിലെത്തിയത്. ഇനി ഞാൻ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത്തിരി വളരെ കുറച്ച് നെയ്യ് കൊടുക്കുന്നുണ്ട്. അതവിടെ ആയി വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് ബിജുവേട്ടൻ വന്നു. മക്കൾ സ്കൂള് എക്സാം കഴിഞ്ഞ് വന്നു. കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഊണ് കഴിക്കണ നേരമായപ്പോൾ എന്നാൽ മീൻ വറുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മീൻ വറുക്കാൻ വന്ന് നിൽക്കാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ വറുക്കുന്നത് അയിലയാണ്. ഞാൻ ഏത് മീൻ വറുക്കുമ്പോഴും ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു മീനിൻ്റെ സ്മെല്ല് ഇത്തിരി കുറഞ്ഞ് കിട്ടാനും കറിവേപ്പിലയുടെ സ്മെല്ലും വരുമ്പോൾ അതൊരു നല്ല ഇതാണ്. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അടച്ച് വെച്ചാണ് എപ്പോഴും മീൻ വറുക്കാറ്. അല്ലെങ്കിൽ പിന്നെ ആ എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ച് എണ്ണയൊക്കെ അവിടെ തൂകിപ്പോയിട്ട് പിന്നെ അതൊരു ഇരട്ടിപ്പണിയാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ ചക്ക ഇങ്ങനെ ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുത്ത് അതിങ്ങനെ വഴറ്റി വഴറ്റി ഈ ഒരു കളറിലായിട്ടുണ്ട് ട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ മണത്തിനും രുചിക്കും ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. കുറച്ച് ഏലക്കായയുടെ പൊടി, കുറച്ച് ചുക്ക് പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി. ഇത്രയും പൊടികളും ചേർത്തിട്ട് നമ്മളിതിങ്ങനെ വഴറ്റി വെക്കുകയാണ്. ഇതിപ്പോൾ അധികമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇന്ന് ചക്കട ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അത് ഏകദേശം തീരും. അല്ല നമ്മളിങ്ങനെ കുറച്ച് നാളത്തേക്കായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചക്ക വരട്ടിയതായിട്ടാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അരി വറുത്ത് നന്നായിട്ട് ഒരു ഒരു ചെറിയ തരിതരിയോട് കൂടെ പൊടിച്ച് ഇതിൽ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചക്ക വരട്ടിയതിൻ്റെ കൂടെ ആ ഒരു തരിപ്പ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ട്ടോ. ഇതിപ്പം ഞാൻ മെയിനായിട്ട് ചക്കട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ നമ്മളുടെ ചക്കയൊക്കെ ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കുന്ന സമയമായി. എല്ലാവരും ഇന്ന് ഡൈനിങ് ടേബിളിന് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് ട്ടോ ഇന്നത്തെ ഊണ് കഴിക്കാനിരിക്കുന്നതിൻ്റെ ഞങ്ങൾക്കൊരു പ്രത്യേകത. അപ്പം നമ്മളുടെ മെഴുക്ക് വരട്ടിയും ചാറുകറിയും പിന്നെ മീൻ വറുത്തത് എന്തായിരുന്നു, അയില ഉണ്ടായിരുന്നു, കൊഴുവ ഉണ്ടായിരുന്നു, പിന്നെ ദേ കുറച്ച് അച്ചാറും. ഇത്രയൊക്കെ ഉള്ളൂ ട്ടോ. അതല്ലാതെ ഇനിയിപ്പോൾ അപ്പം വന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലൊന്നുമില്ല. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ്. പിന്നെ നമ്മളിന്ന് ഊണ് കഴിക്കാൻ ഇരിക്കുമ്പോൾ 4 പേരും ചുറ്റിനും ഉണ്ടല്ലോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സന്തോഷം. സാധാരണ ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ അപ്പയില്ലെങ്കിൽ ഞങ്ങളൊന്ന് ഫോൺ ചെയ്യും. ഒരു വീഡിയോ കോൾ വിളിക്കും. ഞങ്ങളിതൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇന്നെന്തായാലും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാം. അപ്പോൾ ചക്കട ഉണ്ടാക്കാനായിട്ട് നമ്മള് ചക്ക വരട്ടി വെച്ചിരുന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ. എനിക്ക് അങ്ങനേ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി നമുക്കത് ചക്കടയാക്കാനായിട്ട് പിടിക്കാനൊരു പിടുത്തം കിട്ടണല്ലോ. അപ്പോൾ ഒരുപാട് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ ചക്കയുടെ ആ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും. നമ്മളൊരു വെറുതെ അട തിന്നുന്ന പോലെയായി പോകും. അപ്പോൾ ചക്ക തന്നെയാണ് നമുക്ക് കൂടുതൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനൊരു പിടുത്തത്തിനൊരു ഊക്കം കിട്ടാൻ വേണ്ടി മാത്രം ഒരു വളരെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇന്ന് വീട്ടീന്ന് വന്നപ്പോൾ വാഴയില കൊടുത്തയക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് അമ്മച്ചി എവിടുന്നയോ ഒപ്പിച്ച് ആ ഒരു ഇല കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ആ ഇല കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വാഴയിലയിൽ ഉണ്ടാക്കിയില്ല. കാരണം എപ്പോഴും നമുക്ക് ചക്കട ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇലയിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ദേ പതുക്കെ ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ നനച്ച് കഴുകി വൃത്തിയാക്കിയ ഇലയാണ്. അതിലോട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാണ് ട്ടോ. എപ്പഴും ചക്കട എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇലയുടെ സ്മെല്ല് ഭയങ്കരാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. തുടരും സിനിമയിലെ നല്ലൊരു പാട്ടാണ് ട്ടോ അത്. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കെ നമ്മുടെ ഇലയുടെയൊക്കെ എല്ലാം മടക്കി കഴിഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ആവി പാത്രത്തില് ഞാന് ആവി കേറാനായിട്ട് വെച്ചിട്ടുമുണ്ട്. ദേ അതെല്ലാം കഴിഞ്ഞ് വെന്തിട്ടാണ് ഇപ്പൊ നിങ്ങള് കാണുന്നത് ട്ടോ. അപ്പൊ ഈ ഇലയ്ക്ക് അങ്ങനെ നമ്മളത് വെറുതെ ഇരിക്കുമ്പോ ആ ഇലയ്ക്ക് അങ്ങനെ ഒരു സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിതിങ്ങനെ അടയാക്കി അവിടെ ആവിപാത്രത്തിൽ അതിങ്ങനെ ആവി കേറിക്കൊണ്ടിരിക്കുമ്പോഴേ ആ സ്മെല്ല് നമ്മുടെ വീടാകമാനം പരക്കും. അതിനോട് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള ആൾക്കാരുണ്ടായിരിക്കും ട്ടോ. ഈ ഇലയിൽ തന്നെ ചക്കട കഴിച്ചിട്ടുള്ളവരും അതിൻ്റെ ആ സ്മെല്ല് ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ വേഗം കഴിച്ചു നോക്കാണ് ട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല. അത് ചക്ക വരട്ടിയതാണ്. അതിൽ വളരെ കുറച്ച് അരിപ്പൊടി നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആവിയും കൂടെ കേറി വെന്ത് വന്നപ്പോൾ നല്ല സ്മൂത്തും നല്ല മധുരമായിരുന്നു ട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ സാധാരണ ബിജുവേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കുന്നത് എൻ്റെ വീട്ടിൽ പോയിട്ടാണ്. അപ്പോൾ ഇന്നെന്തായാലും ചക്കടയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാനായിട്ട് ആ വഴി പോകുന്ന കാഴ്ചയാണ് ട്ടോ അത്. അപ്പോൾ അന്ന് രാത്രി നമ്മൾ സിനിമ കാണാൻ പോവാണ്. എവിടെ? ശോഭാ മാളില്. അപ്പൊ അപ്പ വന്നപ്പോ കൊണ്ടുവന്ന ചോക്ലേറ്റാണിത്. ഇതിപ്പോ ഒരു ട്രെൻഡാണല്ലോ നമ്മളുടെ ഈ കുനാഫ ചോക്ലേറ്റ്. അപ്പോ ഞങ്ങളാദ്യായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതൊരു പിസ്ത ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കവറിങ് ഒക്കെ ഒരു ഗ്രീൻ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെന്താ പറയാ, നല്ലൊരു മന്ത്രോടി സാരിയുടെ ഒരു പാക്കറ്റ് കയ്യിൽ കിട്ടിയ പോലെ അത്രയും നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടും ഒരു പ്രത്യേക കളറിലാണ് ട്ടോ ആ പാക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പോ നല്ല ചോക്ലേറ്റ് ആയിരുന്നു. അകത്ത് പിസ്തയുടെ ഫ്ലേവർ ആയിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും.
അപ്പം നമ്മളിന്ന് കാണാൻ പോയ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിരുന്നു ട്ടോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ മക്കളും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് തന്നെ എനിക്ക് തോന്നി. വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് പല അപകട സാഹചര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും സിനിമയിലൂടെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ അത് വ്യക്തമാകും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരേ സമയം പല ആംഗിളിൽ നിന്നാണ് നമ്മൾ സിനിമ വീക്ഷിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒരു വിഷ്വൽ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഫീഡ് ചെയ്യപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ സിനിമ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങള്. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.